ലീല, കരുണ. എസ്.കെ. പൊറ്റക്കാടിന്റെ രചനകളോ? കാപ്പിരികളുടെ നാട്ടിൽ ഒരു ദേശത്തിന്റെ കഥയെഴുതാൻ ഒരു തെരുവിലെത്തിയ അദ്ദേഹത്തിന് നിലത്തുനിന്ന് ഒരു ഡയറി കിട്ടി. അതിൽ പാതിരാസൂര്യന്റെ നാട്ടിലെ വിഷകന്യകയുടെ ചിത്രമുണ്ടായിരുന്നു. കാപ്പിരികളുടെ നാട്ടിൽ ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, നൈൽ ഡയറി, പാതിരാസൂര്യന്റെ നാട്ടിൽ വിഷകന്യക. അടുത്തതായി എം.കെ. മേനോന്റെ രചനകൾ. വിലാസിനിയാണ് ആ ഊഞ്ഞാലിന്റെ അവകാശി. ഇണങ്ങാത്ത കണ്ണികളുള്ള ഊഞ്ഞാലിലാടുമ്പോൾ തന്റെ നിഴലുകൾക്ക് നിറമുള്ളതായി അവൾക്ക് തോന്നാറുണ്ട്. വിലാസിനി എന്നത് എം.കെ. മേനോന്റെ തൂലികാനാമമാണ്. അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ഊഞ്ഞാൽ, അവകാശികൾ, ഇണങ്ങാത്ത കണ്ണികൾ, നിറമുള്ള നിഴലുകൾ. ഓർക്കുക, ഇദ്ദേഹത്തിന്റെ അവകാശികൾ എന്ന നോവൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോവലാണ്. മാധവിക്കുട്ടി അഥവാ കമല സുരയ്യ. നീർമാതളം പൂത്ത കാലത്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നീലാംബരിയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ കവാടത്തിനടുത്തായി ഒരു പക്ഷി മരണപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു. ബാല്യകാല സ്മരണകളിലെ എന്റെ ആദ്യത്തെ കഥ അതിനെക്കുറിച്ചുള്ളതായിരുന്നു. നീർമാതളം പൂത്ത കാലം, നഷ്ടപ്പെട്ട നീലാംബരി, കവാടം, പക്ഷിയുടെ മരണം, ബാല്യകാല സ്മരണകൾ, എന്റെ കഥ. ബാലാമണിയമ്മയുടെ രചനകൾ. കുടുംബിനിയായ സ്ത്രീയുടെ ഹൃദയം മാതൃഹൃദയമാവാൻ കൊതിക്കും. ഒടുവിൽ അവൾ അമ്മയും മുത്തശ്ശിയുമാകും. കുടുംബിനി, സ്ത്രീഹൃദയം, മാതൃഹൃദയം, അമ്മ, മുത്തശ്ശി. ലളിതാംബിക അന്തർജനം. ലളിത തന്റെ കുഞ്ഞോമനയ്ക്ക് ഓണക്കാഴ്ചയായി അഗ്നിയെ സാക്ഷിയാക്കി ഗോസായിയുടെ കഥകൾ പറഞ്ഞുകൊടുത്തു. കുഞ്ഞോമന, ഓണക്കാഴ്ച, അഗ്നിസാക്ഷി, ഗോസായി പറഞ്ഞ കഥകൾ. സുഗതകുമാരി. അതൊരു തുലാവർഷമായിരുന്നു. രാത്രി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അത് പാതിരാപ്പൂക്കളുടെ ഇരുൾ മൂടിയ ചിറകുകളിൽ മുത്തുവിതറി. ആ പൂക്കൾ കുറിഞ്ഞിപ്പൂക്കളായിരുന്നു. ആ സമയം ഏതോ ഒരു ദേവദാസി അമ്പലമണി മുഴക്കി. അവൾ സുഗന്ധകുമാരിയായ രാധയെ തേടി വന്നതായിരുന്നു. തുലാവർഷ പച്ച, രാത്രിമഴ, പാതിരാസൂര്യൻ, ഇരുൾ ചിറകുകൾ, മുത്തു ചിപ്പി, കുറിഞ്ഞിപ്പൂക്കൾ, ദേവദാസി, അമ്പലമണി, രാധയെ തേടി. കെ.പി. കേശവമേനോൻ. ഓർമ്മയുണ്ടോ? രാഷ്ട്രപിതാവും നവഭാരത ശില്പികളും ജീവിത ചിന്തകളുമായി നമ്മെ മുന്നോട്ട് നയിച്ച ആ കഴിഞ്ഞ കാലം. രാഷ്ട്രപിതാവ്, നവഭാരത ശില്പികൾ, ജീവിത ചിന്തകൾ, നാം മുന്നോട്ട്, കഴിഞ്ഞ കാലം. കെ.പി. കേശവമേനോന്റെ കൃതികൾ ഇങ്ങനെ പോകുന്നു. ഓർമ്മ ഭാവനയുടെ സൃഷ്ടിയാണ്. വാക്കുകളെ കഥകൾ പോലെ കൂട്ടിച്ചേർത്ത്, അർത്ഥമുള്ളതോ ഇല്ലാത്തതോ എന്തോ ആകട്ടെ, കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അതിൽ നിന്നും ആ പദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നു. വാക്കിലേക്കൊന്നും പോകണ്ട. ചില ശബ്ദങ്ങൾ വരെ ഇതേ രീതിയിൽ കൂട്ടിച്ചേർത്ത് സമാനമായ പദങ്ങളിലുള്ള അത്തരം ശബ്ദങ്ങൾ അർത്ഥപൂർണമായ രീതിയിൽ കൂട്ടിച്ചേർത്ത് ഓർമ്മ പോഷിപ്പിക്കാം. ചില ഉദാഹരണങ്ങളിതാ. 2003 കേരളത്തിൽ നിലവിൽ വന്ന 3 ദേശീയോദ്യാനങ്ങളെ എളുപ്പത്തിൽ ഓർക്കാൻ ഒരു കോഡ് ഉണ്ടാക്കി വെക്കാം. ഉദ്യാനത്തിൽ പാമ്പിന്റെ ആട്ടം കണ്ട ആനയ്ക്ക് മതികെട്ടു. പാമ്പിന്റെ ആട്ടം പാമ്പാടും ചോല, ആനയ്ക്ക് ആനമുടിച്ചോല, മതികെട്ടു മതികെട്ടാൻ ചോല. 2003 കേരളത്തിൽ നിലവിൽ വന്ന 3 ദേശീയ ഉദ്യാനങ്ങളാണ്. പാമ്പാടും ചോല, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല. ഇവയും സൈലന്റ് വാലി, ഇരവികുളം തുടങ്ങിയവയും ഉൾപ്പെടെ 5 ദേശീയോദ്യാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. നീലഗിരി ബയോസ്ഫിയറിൽ നിന്നുത്ഭവിക്കുന്ന ദക്ഷിണ ഇന്ത്യയിലെ പ്രധാന നദികൾ. ഒരു കോഡ് വാചകം ഇങ്ങനെയാവട്ടെ. കൃഷ്ണയും ഭവാനിയും കബഡി കളിക്കാനായി ഗോദയിലേക്കിറങ്ങി അവർ ഭീമന്റെ കാൽ വാരിയെടുത്ത് ഭദ്രമായി പുറത്തേക്കെറിഞ്ഞു. കൃഷ്ണയും ഭവാനിയും. കൃഷ്ണ, ഭവാനി നദികൾ. കബഡി, കബനി. ഗോദയിലിറങ്ങി ഗോദാവരി. ഭീമൻ, ഭീമ. കാൽ വാരിയെടുത്ത് കാവേരി. ഭദ്രമായി തുംഗഭദ്ര. കൃഷ്ണ, ഭവാനി, കബനി, ഗോദാവരി, ഭീമ, കാവേരി, തുംഗഭദ്ര തുടങ്ങിയവയാണ് നീലഗിരി ബയോസ്ഫിയറിൽ നിന്നുത്ഭവിക്കുന്ന പ്രധാന നദികൾ. ഒളിമ്പിക്സിലെ വളയങ്ങളും അതിലെ നിറങ്ങൾ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഭൂഖണ്ഡങ്ങളും. വെള്ള നിറത്തിലുള്ള ഒളിമ്പിക്സ് പതാകയിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള 5 വളയങ്ങളാണുള്ളത്. കറുപ്പ്, പച്ച, ചുവപ്പ്, നീല, മഞ്ഞ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത വർഗ്ഗക്കാരുള്ളത് ആഫ്രിക്കയിലാണ്. അതിനാൽ കറുപ്പ് ആഫ്രിക്കയെ പ്രതിനിധീകരിക്കുന്നു. അമേരിക്കയ്ക്ക് കൂടുതൽ ഭയം ചുവപ്പായതിനാൽ ചുവപ്പ് അമേരിക്കയെയും, ഹോസ് ഇട്ട് വെള്ളം ഒഴിക്കുന്നതിനാൽ നല്ല പച്ചപ്പുണ്ട് ചെടികൾക്ക്, പച്ച ഓസ്ട്രേലിയയെയും. പ്ലാസ്റ്റിക് കയറുകൾ കൂടുതൽ കാണുന്നത് നീല നിറത്തിലാണ്. നീല യൂറോപ്പിനെയും. ചുറ്റുമുള്ള കാര്യങ്ങൾ കള്ളക്കണ്ണോടെ അഥവാ മഞ്ഞക്കണ്ണോടെ കാണുന്നവർ ഏഷ്യക്കാരാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ